ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് നമ്മൾ CVS സിസ്റ്റമാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്തിൽ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷറിൻ്റെ മെഷർമെൻറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ബ്ലഡ് ഓൺ ദ വാൾസ് ഓഫ് ദ ആർട്ടറീസ് ഡ്യൂറിങ് ദ സർക്കുലേഷൻ്റെ സമയത്ത് ആ ആർട്ടറീസിൽ ബ്ലഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്. അപ്പം റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് നെർവസ് ആയിട്ടുള്ള മെക്കാനിസം വെച്ചിട്ടും റീനലും പിന്നെ ഹോർമോണൽ ലോക്കലായിട്ടുള്ള മെക്കാനിസംസ് ഒക്കെ ഉണ്ട് ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യാനെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. പിന്നെ കുറച്ച് ബ്ലഡ് പ്രഷറുമായിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സ്റ്റീഫൻ ഹെയിൽ ആണ് ഫസ്റ്റ് നമ്മൾ BP മെഷർ ചെയ്തത്. അതൊരു ഹോഴ്സിലായിരുന്നു, 1733 എന്ന് ഓർത്തു വെക്കാം. പിന്നെ ലുഡ്വിഗ് ഇൻട്രൊഡ്യൂസ്ഡ് മെർക്കുറി മാനോമീറ്റർ ഇൻ 1847. ലുഡ്വിഗ് ആണ് മെർക്കുറി മാനോമീറ്റർ ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. BP measured by direct and indirect method. Brachial artery commonly used in humans and sigmoid-manometer and stethoscope is required. Okay. അപ്പോൾ നമുക്കറിയാം ഇൻഡയറക്റ്റ് മെത്തേഡാണ് നമ്മൾ ഈ ഓസ്കൾട്ടേറ്ററിയും അതുപോലെ പാൽപേറ്ററി മെത്തേഡൊക്കെ ഡയറക്റ്റ് നമ്മൾ യൂഷ്വലി അനിമൽസിൽ മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു അത് നമ്മൾ ഫസ്റ്റ് ചെയ്ത് സ്റ്റീഫൻ ഹെയിലാണ്, അതൊരു ഹോഴ്സിലാണ് ചെയ്തതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ഡയറക്റ്റ് മെത്തേഡ് അനിമൽസിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് അങ്ങനെ ഹ്യൂമൻസിൽ അങ്ങനെ ചെയ്യാറില്ല, അനിമൽസിൽ മാത്രമാണ് ചെയ്യുന്നത്. അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഇവർ പറയുന്നുണ്ട്. നമുക്കത് ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇതൊരു ഇൻവേസീവ് പ്രൊസീജിയറാണ്. അനിമൽസിൽ എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസിൽ മാത്രമാണ്, അല്ലാതെ ഹ്യൂമൻസിന് ഒരു റൂട്ടീൻ ക്ലിനിക്കൽ യൂസിന് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മളത് ചെയ്യാറില്ല. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ് BP മെഷർമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ബ്ലഡ് പ്രഷർ ഈസ് മെഷർഡ് ഡയറക്റ്റ്ലി ഫ്രം ആൻ ആർട്ടറി ബൈ ഇൻസേർട്ടിങ് എ കാനൽ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് ഡയറക്റ്റ്ലി തന്നെ ചെയ്യാൻ പറ്റും. ബിക്കോസ് വി ആർ ഡൂയിങ് ദിസ് ഓൺ അനിമൽസിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അനിമലിന് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അനസ്തേഷ്യ ഒക്കെ കൊടുത്തിട്ട് നെക്ക് ഓപ്പൺ ചെയ്യുന്നു. ആൻഡ് ദ ട്രക്കിയൽ കാനുല ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ട്രക്കിയയിലേക്ക് ആ കാനുല ഇൻസേർട്ട് ചെയ്യുന്നു. ദിസ് ട്രക്കിയൽ കാനുല ഈസ് കണക്റ്റഡ് ടു ദ റെസ്പിറേറ്ററി പമ്പ്. സോ ദ respiration in the animals can be controlled artificially to avoid any disturbance during the respiratory procedures. And venous cannula is inserted through the femoral vein and it is used to infuse saline to compensate the blood loss during the experimental procedures. അപ്പോൾ നമ്മളിവിടെ വീനസ് കാനുലയാണ്, ഫെമറൽ വെയിൻ അല്ലാതെ നമ്മൾ കാനുലേറ്റ് ചെയ്യുന്നതും മെർക്കുറി മാനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്നതും ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരോട്ടിഡ് ആർട്ടറിയിലാണ്. അത് ഓർത്ത് വെക്കാം. ഇത് ജസ്റ്റ് ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞതേ ഉള്ളൂ, അതൊന്നും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് വേണ്ട. അപ്പോൾ ഇതിനകത്തിൽ എന്തൊക്കെ അപ്പാരറ്റസാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു കാനുല വേണം, ആർട്ടീരിയലിലോട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാനുല വേണം. അതുപോലെ തന്നെ മെർക്കുറി മാനോമീറ്റർ വേണം. അതുപോലെ തന്നെ അതിനെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഒരു റെക്കോർഡിംഗ് ഡിവൈസ് വേണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇനി നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ കാര്യം. ഇൻഡയറക്റ്റ് മെത്തേഡിൽ അവിടെ എക്സ്റ്റേണലി പ്രഷർ കൊടുത്തിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് 2 അപ്പാരറ്റസാണ് വേണ്ടത്. സിഗ്മോ മാനോമീറ്റർ ആൻഡ് സ്റ്റെതസ്കോപ്പ് ആണ് വേണ്ടത്. നമ്മൾ പാൽപേറ്ററി, ഓസ്കൾട്ടേറ്ററിയും ഓസിലേറ്ററി മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻഡയറക്റ്റ് മെത്തേഡ് യൂസ്ഡ് ഇൻ ഹ്യൂമൻസ് ഇൻ ദ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഓരോന്നും നമുക്ക് നോക്കാം. പാൽപേറ്ററി നമുക്ക് ഫസ്റ്റ് നോക്കാം. ഈ പാൽപേറ്ററി മെത്തേഡിലെന്ന് പറയുന്നത് ഫസ്റ്റ് ദ റേഡിയൽ പൾസസ് ഫെൽറ്റ് ആൻഡ് വൈൽ ഫീലിംഗ്. നമ്മൾ ആ പിക്ചറിലുണ്ട്, സിമ്പിളാണ് ബട്ട് ലെസ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പാൽപേറ്ററി മെത്തേഡാണ്. ബേസ്ഡ് ഓൺ ഫീലിംഗ് ഓഫ് ദ റേഡിയൽ പൾസ് വി ആർ ഡൂയിങ് ദിസ്. കഫ് പ്രഷർ ഈസ് ഇൻക്രീസ്ഡ് അണ്ടിൽ ദ റേഡിയൽ പൾസ് ഡിസപ്പിയർ ചെയ്യുന്നത് വരെ നമുക്ക് ആ ഒരു പ്രഷർ നമ്മൾ കൂട്ടിക്കൊടുത്തുകൊണ്ടേയിരിക്കും. ആൻഡ് ദ പ്രഷർ അറ്റ് വിച്ച് ദ പൾസ് ഡിസപ്പിയർ, എവിടെ തൊട്ടാണോ നമുക്ക് ആ ഒരു കിട്ടുന്ന സൗണ്ട് നിൽക്കുന്നത് അവിടെ തൊട്ടാണ് നമ്മൾ സിസ്റ്റോളിക് BP ആയിട്ട് പറയുന്നത്. ഓക്കെ, നിൽക്കുന്നത് എവിടെയാണോ
സിസ്റ്റോളിക് ബി പി ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പം സ്ലൈഡിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റേഡിയൽ പൾസ് ഈസ് ഫെൽറ്റ് ആൻഡ് വൈൽ ഫീലിംഗ് ദ പൾസ് പ്രഷർ ഈസ് ഇൻക്രീസ്ഡ് ഇൻ ദ കഫ് ബൈ ഇൻഫ്ലേറ്റിംഗ് എയർ ഇൻ ടു ഇറ്റ് ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹാൻഡ് പമ്പ്. While doing this, mercury column in the sigmometer shows the pressure in the cuff. നമുക്കത് കാണാൻ പറ്റുമല്ലോ, എത്രയാണ് പ്രഷർ, നമ്മൾ എത്രയാണ് ഇൻഫ്ലേറ്റ് ചെയ്തതെന്നൊക്കെ അറിയാൻ പറ്റും. When the pressure is increased in the arm cuff, brachial artery is compressed and the blood flow is obstructed. So the radial pulse disappear. When the radial pulse disappear, the pressure is further increased by about 20 mmHg, and then the pressure in the cuff is slowly reduced by releasing the valve of the cuff pump. That is, the cuff is deflated slowly. This is done by feeling the pulse and simultaneously watching the mercury column in the apparatus. Pressure is noted when the pulse reappear. This pressure indicates the systolic pressure, and disadvantages of the palpatory method is that the diastolic pressure cannot be measured. നമ്മൾ യൂഷ്വലി ഈ ഒരു പാൽപേറ്ററിയും അതുപോലെ തന്നെ ഓസ്കൾട്ടേറ്ററി മെത്തേഡ് കമ്പൈൻഡ് ആയിട്ടൊക്കെ നമ്മൾ ഫസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് പക്ഷേ പറയുന്നത് പാൽപേറ്ററി മെത്തേഡ് മാത്രമാണ്. നമ്മളവിടെ റേഡിയൽ ആർട്ടറിയിൽ ആണ് നോക്കുന്നത്, റേഡിയൽ പൾസ് ആണ് നോക്കുന്നത്, റേഡിയൽ പൾസ് ബ്രേക്കിൽ ആർട്ടറിയിലാണ് നോക്കുന്നത്. അവിടുത്തെ റേഡിയൽ പൾസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ബ്രേക്കിൽ ആർട്ടറിയിലാണ് നമ്മൾ കഫ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ റേഡിയൽ പൾസ് നമ്മൾ അവർ കിട്ടുന്നത് നോക്കി നമുക്ക് എവിടെയാണോ ഇത് ഡിസപ്പിയർ ചെയ്യുന്നത് അവിടെയാണ് സിസ്റ്റോളിക് ബി പി എന്നാണ് പറയുന്നത്. അല്ലാതെ ഡയസ്റ്റോളിക്കിനെ നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് ഓഫ് ദ പാൽപേറ്ററി മെത്തേഡ് ഈസ് ദാറ്റ് ദ ഡയസ്റ്റോളിക് പ്രഷർ കനോട്ട് ബി മെഷർഡ്. ഓക്കെ, ഇനി ഓസ്കൾട്ടേറ്ററി മെത്തേഡ്, അത് കോറോട്കോഫ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഇൻവെൻറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് കോറോട്കോഫ് സൗണ്ട് എന്ന് പറയുന്നത്. അത് ബ്രേക്കിൽ ആർട്ടറിയിൽ സ്റ്റെത്ത് വെച്ചിട്ടാണ് നമുക്കത് കിട്ടുന്നത്. കഫ് പ്രഷർ ഈസ് ഇൻക്രീസ്ഡ് എബവ് ദ സിസ്റ്റോളിക് ലെവൽ ആൻഡ് ദെൻ സ്ലോലി റിലീസ്ഡ്. നമുക്ക് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്ത പോലെ തന്നെയാണ് വരുന്നത്. സിസ്റ്റോളിക് പാൽപേറ്ററി മെത്തേഡിൽ നമ്മൾ സിസ്റ്റോളിക് പ്രഷർ നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു കഫിൽ ഒരു 20 mmHg പ്രഷർ നമ്മൾ പിന്നെയും എലിവേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ബ്രേക്കിൽ ആർട്ടറി നമ്മൾ ഒക്ലൂഡ് ചെയ്യുന്നു കംപ്രഷൻ കാരണം. നൗ ദ ചെസ്റ്റ് പീസ് ഓഫ് ദ സ്റ്റെത്ത് ഈസ് പ്ലേസ്ഡ് ഓവർ ദ ആൻറ്റി ക്യൂബിറ്റൽ ഫോഴ്സ്. നമ്മൾ അവിടെ നിന്ന് എടുത്ത് നമ്മുടെ ചെസ്റ്റ് പീസ്, സ്റ്റെത്തിൻ്റെ ചെസ്റ്റ് പീസ് വി വിൽ place it on the antecubital fossa and arm cuff is slowly deflate. നമ്മളത് മെല്ലെ നമ്മളത് കുറച്ചുകൊണ്ട് വരുന്നു. While doing so, series of the sound are heard through the steth. Okay, these sounds are known as the Korotkoff sound, named after the discovery of Korotkoff. While reducing the pressure, Korotkoff sound has 5 phases. അതിനെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ചിലപ്പം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു 5 phases എന്താണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഫസ്റ്റ് ഒരു ടാപ്പിംഗ് സൗണ്ട് കിട്ടുന്നു, അതാണ് നമുക്ക് സിസ്റ്റോളിക് പ്രഷറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തൊട്ട് പിന്നെ എന്താ ഒരു മർമറിങ് സൗണ്ട്, പിന്നെ ഒരു ഗോങ് സൗണ്ട്, പിന്നെ മഫിൾഡ് സൗണ്ട്, പിന്നെ ഡിസപ്പിയറൻസ് ഓഫ് ദ സൗണ്ട്. എവിടെയാണോ സൗണ്ട് ഡിസപ്പിയർ ചെയ്യുന്നത് അതാണ് ഡയസ്റ്റോളിക്കിനെ കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ആ ഒരു ടാപ്പിംഗ് സൗണ്ടിനെ എന്താണ് സിസ്റ്റോളിക്കും കാണിക്കുന്നു. അതുപോലെ തന്നെ സൗണ്ട് എവിടെ വെച്ചാണോ ഡിസപ്പിയർ ചെയ്യുന്നത്, നമ്മൾ മറ്റേത് പറഞ്ഞ സൗണ്ട് ഡിസപ്പിയർ എവിടെ വെച്ചാണ് പൾസ് പോകുന്നത് അവിടെ തൊട്ടാണ് നമ്മൾ നമുക്ക് ഡയസ്റ്റോളിക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല പാൽപേറ്ററി എന്ന് നമ്മൾ പറഞ്ഞു. എവിടെ തൊട്ടാണ് പൾസ് പോകുന്നത്. പക്ഷേ ഇവിടെ സൗണ്ട് പോകുന്നത് എവിടെയാണോ ഓക്കെ അവിടെയാണ് നമ്മൾ ഡയസ്റ്റോളിക്ക് പറയുന്ന ഒരു ടാപ്പിംഗ് സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് സിസ്റ്റോളിക്കിലാണ്, സിസ്റ്റോളിക് പ്രഷറിനാണ്. ഒരു മർമറിങ് സൗണ്ട് കേൾക്കുന്ന ട്രാൻസിഷണൽ ഫേസിലാണ്. ഗോങ് സൗണ്ട് ബിക്കം ലൗഡർ ആൻഡ് മഫിൾഡ് സൗണ്ട് ബിക്കം സോഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സൗണ്ട് സിസ്റ്റോളിക്കും 5th സൗണ്ടാണ് ഡയസ്റ്റോളിക് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് 2, 3, 4 സൗണ്ട്സ് ഉണ്ട്.
അടുത്തത് ഇനി പറയുന്നത് ഓസിലേറ്ററി മെത്തേഡാണ്. When the pressure in the arm cuff is increased above the level of systolic pressure, artery is occluded due to the compression, and at this stage the mercury column in the manometer remains static. ഈ സമയത്ത് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നു. പക്ഷേ പ്രഷർ നമ്മൾ ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യുമ്പം കുറച്ചൊരു ഓസിലേഷൻ നമുക്ക് കാണാൻ പറ്റും അറ്റ് ദ ടോപ്പ് ഓഫ് ദ മെർക്കുറി കോളം. ആൻഡ് വൈൽ ഡീഫ്ലേറ്റിംഗ് ദ കഫ് ഫർദർ, നമ്മൾ പിന്നെയും ഡീഫ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡും അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ഓസിലേഷൻ ഇൻക്രീസസ് സഡൻലി ആൻഡ് ദിസ് ഡിനോട്ട്. അപ്പോൾ ആ ഒരു ഡീഫ്ലേറ്റ് ചെയ്യുമ്പോൾ, ആ ഒരു കഫ് ഡീഫ്ലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ആംപ്ലിറ്റ്യൂഡിൻ്റെ അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ഓസിലേഷനും ഒക്കെ കൂടുന്നതിനെ അനുസരിച്ചാണ് നമ്മൾ പറയുന്നത് അവിടെ തൊട്ടാണ് സിസ്റ്റോളിക് പ്രഷർ സ്റ്റാർട്ട് ചെയ്യുന്നത്. When the cuff pressure is reduced further, the amplitude and duration of the oscillation is reduced and it reflects the diastolic pressure. When the cuff pressure is reduced further, പിന്നെയും നമ്മൾ കഫ് പ്രഷർ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഡ്യൂറേഷനും ഒക്കെ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ കൂടുതലായിട്ടിരിക്കുമ്പം നമ്മൾ ഡിഫ്ലേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് കൂടുതലായിട്ടുള്ള ഓസിലേഷനും അതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡും അതുപോലെ തന്നെ ഓസിലേഷൻ്റെ ഡ്യൂറേഷനും ഒക്കെ വ്യത്യാസം വരുകയും അതുപോലെ കൂടുതൽ പെട്ടെന്ന് ഉണ്ടാകുന്ന സഡൻ ഇൻക്രീസിനെയാണ് സിസ്റ്റോളിക് എന്നും അതുപോലെ തന്നെ പക്ഷേ നമ്മൾ കുറച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് ചെറിയ രീതിയിലത്തെ ഓസിലേഷൻ ആയി ഒട്ടുണ്ട് എങ്കിൽ നമ്മൾ ഡയസ്റ്റോളിക് ആണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഓസിലേറ്ററി മെത്തേഡ് സ്ലൈഡിൽ പറയുന്നത് ഓസിലേഷൻ ഓഫ് ദ കഫ് പ്രഷർ ആർ റെക്കോർഡഡ് ആൻഡ് അനലൈസ്ഡ് ഡ്യൂറിങ് ഡിഫ്ലേഷൻ ആൻഡ് BPS കാൽക്കുലേറ്റഡ് ഫ്രം ഓസിലേഷൻ. നമ്മളത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. ഓസിലേഷൻ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന സിസ്റ്റോളിക് എന്നും വളരെ സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ഡ്യൂറേഷൻ ഓഫ് ഓസിലേഷൻ നമുക്ക് കിട്ടുന്നത് ഡയസ്റ്റോളിക് ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം കുറച്ച് ഈസി ടു യൂസ് ഓട്ടോമാറ്റിക് റെക്കോർഡിങ്ങിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു അക്യുറസി കുറച്ച് കോൺട്രവേഴ്സ്യലായിട്ട് തന്നെയായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ഇനിയും ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ടു മെഷർ ദ ബ്ലഡ് പ്രഷർ. എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം മെർക്കുറി സിഗ്മോമാനോമീറ്റർ, അനിറോയിഡ് സിഗ്മോമാനോമീറ്റർ ആൻഡ് ഓട്ടോമാറ്റിക് ബ്ലഡ് പ്രഷർ മോണിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്ന് നമുക്ക് ചോദിക്കാം. അത് പറയുന്നത് മെർക്കുറി സിഗ്മോമാനോമീറ്റർ ആണ്. ഹൈലി അക്യുറേറ്റ് ആൻഡ് റിലയബിൾ ആൻഡ് യൂസസ് ദ മെർക്കുറി മാനോമീറ്റർ ടു മെഷർ ദ പ്രഷർ മെഷർ ചെയ്യാനായിട്ട് എന്താ യൂസ് ചെയ്യുന്നത്? മെർക്കുറി മാനോമീറ്റർ ആൻഡ് നോട്ട് പോർട്ടബിൾ. ഇറ്റ് ഈസ് നോട്ട് പോർട്ടബിൾ. ആൻഡ് അനിറോയിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് യൂസേഴ്സ് ആൻഡ് അനിറോയിഡ് ഓർ spring manometer, portable, durable and easy to use, and no mercury used. Here there is no mercury used. Mercury manometer is used in the case of mercury sigmomanometer. Okay. In an automatic blood pressure monitor, it is a microprocessor controlled device, automatically inflates the cuff and record the BP, displays systolic, diastolic and pulse rate ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നു. ഇനി ഡയറക്റ്റ് മെത്തേഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് തമ്മിലുള്ള കുറച്ചൊരു കമ്പാരിസൺ ടേബിളാണ്. കുറച്ച് എന്താണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിരിക്കും, പക്ഷേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ക്ലിനിക്കലി ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഹ്യൂമൻസിൽ യൂസ് ചെയ്യുന്നത്, അനിമൽസിലാണ് യൂസ് ചെയ്യുന്നത്. അതൊരു ഇൻവേസീവ് പ്രൊസീജിയറാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എക്സ്പെരിമെൻറ്റിലാണ്, അനിമൽസിലാണ് നമ്മൾ പറഞ്ഞു. അവിടെ അപ്പാരറ്റ്സ് എന്തൊക്കെയാണ് വേണം? കാനുലയും വേണം, അതുപോലെ തന്നെ മാനോമീറ്ററും വേണം. സ്കിൽ റിക്വേർഡ് ഈസ് ഹൈ സ്കിൽ ഈസ് റിക്വേർഡ് ആൻഡ് ഹൈ ബ്ലീഡിങ് ഹൈ ബ്ലീഡിങ് ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. റിപ്പീറ്റബിലിറ്റി നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്നാൽ ഡയറക്റ്റ് മെത്തേഡ് അങ്ങനെയാണെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് എങ്ങനെയാണ്? നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും, റിസ്ക് ഒന്നുമില്ല, ഒത്തിരി തവണ നമുക്ക് നോക്കാൻ പറ്റും. സ്കിൽസ് റിക്വേർഡ് മോഡറേറ്റ് സ്കിൽസ് മതി. എന്തൊക്കെ അപ്പാരറ്റ്സാണ് വേണ്ടത്? ഈ കഫ് വേണം, പിന്നെ അതുപോലെ തന്നെ നമുക്കതുപോലെ തന്നെ സ്റ്റെത്ത് വേണം. പിന്നെ യൂസേജ് ക്ലിനിക്കലി നമ്മൾ ഹ്യൂമൻസിലാണ് യൂസ് ചെയ്യുന്നത്. നോൺ ഇൻവേസീവ് പ്രൊസീജിയർ ആൻഡ് ഇറ്റ് ഇസ് അക്യുറേസി എന്ന് പറയുന്നത് ഓക്കെ ഗുഡാണ്, അല്ലാതെ ഹൈലി അക്യുറേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി കുറച്ച് അപ്ലൈഡ് ആയിട്ടുള്ള ഫിസിയോളജി നോക്കാം. പതോളജിക്കൽ ഇൻക്രീസ് ഇൻ ദ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ എബവ് ദ നോർമൽ ലെവൽ ഈസ് കോൾഡ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ആൻഡ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ പറയുന്നുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ ഹൈപ്പർ ടെൻഷൻ മാത്രമായിട്ട് പറയാം. ഓക്കെ, പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ഓർ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ, അതിനെ വേറൊരു പേര് പറയുന്നത് നമ്മൾ ഇഡിയോപ്പതിക് ഹൈപ്പർ ടെൻഷൻ. ബിക്കോസ് വി ഡോണ്ട് നോ എന്ത് അണ്ടർലൈങ് എത്തിയോളജി അല്ലെങ്കിൽ അണ്ടർലൈങ് ഡിസീസ് കണ്ടീഷനിലൂടെയാണ് ഇത് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
ഓക്കെ, സെക്കൻഡറി നമുക്ക് പറയാം അവിടെ ഒരു ഡിസീസ് കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവിടെ നിന്നാണ് അത് കാരണം കൊണ്ടാണ് നമുക്ക് ആ ഒരു കണ്ടീഷൻ വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഹൈപ്പോ ടെൻഷൻ, പതോളജിക്കൽ ഡിക്രീസ് ഇൻ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ ബിലോ ദ നോർമൽ ലെവൽ. അപ്പോൾ അത് എപ്പോഴും നടക്കുന്ന എപ്പോഴും എക്സസീവായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒത്തിരി വാട്ടർ ലോസ് ഉണ്ട്, ഷോക്കോ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ, ഹാർട്ട് ഫെയിലിയർ, ഹെമറേജ്, അഡ്രിനൽ ഇൻസഫിഷ്യൻസി പോലുള്ള കേസിലാണ്. ഇനിയും കുറച്ച് ഈസി മെമ്മറി ആയിട്ടുള്ള കാര്യങ്ങൾ, ഈസി മെമ്മറി കീപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പിന്നെയും നമ്മൾ നോക്കിയ കാര്യങ്ങളാണ്. നമുക്കറിയാം എങ്ങനെയാണ് നമുക്ക് ബി പിനെ നമുക്ക് ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. നെർവസ് ആണെങ്കിൽ ഹോർമോണൽ, അതുപോലെ തന്നെ ലോക്കൽ റീനൽ കോസസ് ഒക്കെ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഡയറക്റ്റ് മെത്തേഡ് കാനുല ആൻഡ് ഓൾസോ കാനുല യൂസിങ് ആണ്, പിന്നെ അത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ആൻ ഇൻവേസീവ്. ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഇറ്റ് ഈസ് ദ മോഡറേറ്റ് സ്കില്ലൊക്കെ മതി, പക്ഷേ അവിടെ ഇൻവേസീവ് പ്രൊസീജിയറാണ്, ഹ്യൂമൻസിൽ ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞു. ഓസ്കൾട്ടേറ്ററി മെത്തേഡിനകത്തിൽ 5 സൗണ്ട്സ് ഉണ്ട്. ഫസ്റ്റ് സൗണ്ട് ഇൻഡിക്കേറ്റ് ആ ഒരു ടാപ്പിംഗ് സൗണ്ടാണ് സിസ്റ്റോളിക്കിനെ, അതുപോലെ തന്നെ സൗണ്ട് നിൽക്കുന്നതിനെ, ഡിസപ്പിയറൻസ് ഓഫ് ദ സൗണ്ടിനെയാണ് ഡയസ്റ്റോളിക് പ്രഷർ. 5th സൗണ്ടാണ് ഡയസ്റ്റോളിക്, വൈൽ ഫസ്റ്റ് സൗണ്ട് ഇസ് സിസ്റ്റോളിക്. അത് ഓർത്ത് വെക്കാം. പിന്നെ അതാണ് പറയുന്നത്. ഓക്കെ, ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ ക്യാൻ ബി മെഷേർഡ് ബൈ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്. നമ്മൾ പറഞ്ഞത് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇൻഡയറക്റ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു, പാൽപേറ്ററി, ഓസ്കൾട്ടേറ്ററി ആൻഡ് ഓൾസോ ഓസിലേറ്ററി മെത്തേഡ്. ഓസിലേറ്ററി മെത്തേഡ് നമ്മൾ 5 സൗണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഫേസിൽ സിസ്റ്റോളിക് ബി പി ആൻഡ് ഫേസ് 5 ഡയസ്റ്റോളിക് ബി പി. Mercury sigmometer is the gold standard in the BP measurement. ഓക്കെ, നമ്മളത് പറഞ്ഞാണ്. ഓട്ടോമാറ്റിക് മോണിറ്റേഴ്സ് ആറ് ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഓസിലേറ്ററി മെത്തേഡ് വെച്ചിട്ടുള്ളതാണ്. അതിനകത്തിൽ ബി പിയും നമുക്ക് അതുപോലെ തന്നെ പൾസ് റേറ്റും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ ഫൈൻ, താങ്ക് യു.